ഇതാ അരിമോൾ എന്നെല്ലാം പറഞ്ഞാല് ഇത് പറഞ്ഞേ എന്റെ ഞാൻ തന്നെ ഗൈസ്. ഇന്ന് നമ്മൾ ട്രെൻഡിന്റെ പിന്നാലെ പോവുകയാണ്. നമ്മൾ കച്ച് ഉണ്ടാക്കാൻ പോവാണ്. കച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല അടിപൊളി സ്ഥലമുണ്ട് ഇവിടെ, ഒരു പുഴക്കരുണ്ട്. അവിടെ പോയി അടിപൊളിയായിട്ട് നമ്മൾ കഴിക്കാൻ പോകണം. എല്ലാ പ്രാവശ്യം ഏ ഗൈസ് അങ്ങനെ നമ്മുടെ കച്ച് ഉണ്ടാക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ കച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുഴക്കരയ്ക്ക് പോയിട്ട് കീറി ഇളക്കുന്നതായിരിക്കും. എന്താ പറയുക അച്ചു? അപ്പോ നമ്മള് കച്ചെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് നേരെ എവിടെ പോകുന്നത്? ഓർമ്മയ്ക്ക് പുളിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പൊ കുളിക്കടവിൽ പോയിട്ട് നമ്മളിത് സെറ്റാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും. അടിച്ച് ചാമ്പി ഇളക്കല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് അവിടെ പോയിട്ട് ഓക്കെ. ഗൈസ് അയറിന്റെ കരവരുത്, അയറിതെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്താ കട്ടീന? നാരങ്ങ തിന്നാനാ? കച്ചാക്കാനെ തിന്നാനാ? എത്ര തിന്ന് സത്യം പറയടാ? രണ്ടെണ്ണാറ്റ് തിന്നോന്. നീ എത്ര തിന്ന് സത്യം പറയടാ? രണ്ടെണ്ണം തിന്നേ. ഓ സത്യം പറയും, ഓ തിന്നാ സത്യം പറയും, കളവും തരം പറയില്ല. ഒരു ലൊട്ട തന്നെ, ഒരു ലൊട്ടിയും ഒരു പൈനാപ്പിളും എന്നാ തന്നെ അല്ല പപ്പായ അല്ലേ? പിന്നെന്താ തന്നെ വത്തക്ക തിന്നില്ലേ? ഒരു കഷ്ണം അത് ഒത്ത അത് മതി, അത് തിന്നോ സാറില്ല. റഷീൻ റിഹാൽ വളരെ പണിയെടുക്കുകയാണ്. എത്ര എണ്ണം തിന്ന് റഷീന? എത്ര എണ്ണം തിന്ന്? കക്കിരി അയിലത്തില് ഇതാ മിഞ്ഞു. സെറ്റാക്കി ലോട്ട എടുത്തു ലോട്ട. ഗൈസ് അങ്ങനെ നമ്മൾ നീണ്ട യാത്രയിലാണ്. എവിടത്തേക്കാ പോന്നെ ഇസാന? എവിടാ? വെള്ളത്തില് തുള്ളാനാ? എടാ മോനെ സിരിയൊക്കെ ഗമ്മാലേ, ഇവിടെ ഗമ്മാലേ നോട്ടെ രസി ഗമ്മാലേ. ഇസാന എവിടെയാ പോന്നെ? എവിടെയാ കുളത്തിലാ പോന്നെ? കുളിക്കടവിലാ പോന്നെ? എന്തിനാണ്? കച്ച് താനാ? രശു എവിടെയാ പോന്നെ? സ്കൂൾ പോന്നെയാ? ഗൈസ് നമ്മളങ്ങനെ കുളിക്കടവ് പാലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുളിക്കടവ് പാലത്തിൽ നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത്? കുളിക്കാൻ മാത്രല്ല എന്തിനാ പോകുന്നത് പറയൂ. കഴിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മളെ കൂളിക്കടവ് പാലം ഗൈസ്. മുളകളുണ്ട്, കുറേ മുള അവിടെ ഇഷ്ടം പോലെ മുള ഉണ്ട്. മുളയിൽ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഒലിച്ചു പോയെന്ന് ആർക്കും വേണ്ട. കുറച്ച് പരക്കൊക്കെ എടുത്താലോ ആല് കെട്ടാൻ വേണ്ടിയിട്ട്. ഇത് എത്ര മുള, കുറേ മുള ഉണ്ട്. ഇതിൽ ആരും കിട്ടിയില്ലെങ്കിൽ ആരെയും കേടെയും എടുത്തിട്ടുണ്ടോല്ലേ. ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വീണ് ഒലിച്ചു പോകുന്നു. അവിടെ എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. ഓ ഗൈസ് നമ്മളിതാ ഇല പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അച്ചു ചെയ്തേ? അച്ചു ഇലയല്ലതാ കവിതയായി ഇല ഗൈസ്. അങ്ങനെ നമ്മുടെ ഇല സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന് കൂടിയാണ് നമ്മൾ
സെറ്റാക്കാൻ പോകുന്നത്. ഓ റഷ്യൻ കമാൺ 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 വെക്ക്. ആ ഇട്ടോ ഇട്ടോ ചേരിനോ കണ്ണേ. ആ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഓ ജമാലോ ജമാലോ ഗൈസ്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് നിറച്ചിരിക്കുകയാണ്. ലോട്ടയെടുക്കോ റഷോ. ഓ ആടാ കളയല്ലേ, പ്ലാസ്റ്റിക് ആടെ കളയല്ലേ, അതിലിട്ടണേ. അങ്ങനെ ഇടല്ലേ, മെല്ലെ മെല്ലെ. ആ വേഗം നോക്ക്. ആ പ്ലാസ്റ്റിക് കളയല്ല, അതിൽ സഞ്ചി അതിലിട്. ഗൈസ് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ അരി മോൾ ഇതാ ഇവിടെയാണ്. അരി ലോട്ട ഇട്ടിരിക്കുകയാണ്. ഇനി കച്ചവടെ അങ്ങനെ എങ്ങനെയാ പറയാ, ഇങ്ങനെ ഒളിച്ചു കൊണ്ടോ. ഓക്കെ അങ്ങനെ റഷ്യൻ ഡ്രസ്. ഓ ഈശ്വരൊക്കെയാണ്. ഇനി ആരാ കൊയക്കാരാ? ആദ്യം നമുക്ക് കൊയക്കാം. കൊയക്കണേ അച്ചു. അവിടെ കൊയക്കുമ്പോ വായല നോക്കണേ, കുഴച്ചു കൊടുക്കണേ. പുറത്താക്കല്ലേ. ഗൈസ് നമ്മുടെ ലൊക്കേഷൻ ഇതാണ്, കൂളിക്കടവ്. ഗൈസ് നമ്മുടെ കൂളിക്കടവിലെ ലൊക്കേഷനിലാണ് നമ്മളുള്ളത്. അടിപൊളി ലൊക്കേഷൻ. വൈകുന്നേരം ആംപ്ലേറ്റ് ഒക്കെ കുടിച്ച് നല്ല സെറ്റപ്പ് വൈബ്. ഇതാ നമ്മൾ സെറ്റപ്പിലാണുള്ളത്. ഗൈസ് എന്താണ് കേൾക്കുന്നത്? ഓ ബ്യൂട്ടിഫുൾ. നോക്കിയാട്ടാ മോനെ, കച്ച് എന്നെല്ലാം പറഞ്ഞാല് അതാറ സാധനം. ആ ഋഷു ഒന്ന് തിന്ന് കാണിച്ചാ മെല്ല. കടിച്ച് തിന്ന്. അടിപൊളി സാധനം, ഒന്നും പറയാനില്ല, കിട്ടില്ല സാധനം. ആച്ചോ നമ്മളെ കണ്ണൂർ ലാഭിതിന്റെ അതേ കച്ച്. ആരാ നീ ആക്കിയ? Oh my god. തൊട്ടക്കില്ല. ഓ അടാറ് സെറ്റപ്പാ. My god. അരി സെറ്റപ്പ് അല്ലേ? ഓ പോയാലൊന്ന് കുളിക്കുക. അരി പോയിട്ട് അങ്ങ് തുള്ളു. അവിടെ വെച്ചിട്ട് കിട്ടുന്നില്ല. അടിപൊളി നാരങ്ങ. അടുത്തതാ പപ്പായ. പപ്പായ കിട്ടില്ലോ. ലോട്ട വേറെ സാധനം കേട്ടാ. ബൊമ്മാലേ നമ്മളിത് കഴിഞ്ഞിട്ട് നല്ലൊരു കുളിവാസാക്കുന്നതാണ്. വലിയ ആയൊന്നുമില്ല, നല്ല കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടുന്നതാ ഫാമിലിയെല്ലാം കുളിക്കുന്ന സ്ഥലമാണ്. ഇത്രേ വെള്ളമുള്ളൂ, കുറച്ച് വെള്ളം. അങ്ങോട്ടെല്ലാം ആയതുകൊണ്ട് അങ്ങൊന്നും പോകണ്ട. ഈ ഏരിയയിൽ ജസ്റ്റ് നമുക്കൊന്ന് കാലെല്ലാം നനച്ചിട്ടെല്ലാം പോവാം. അതാണ് കേട്ടാ പാലം. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ. ഇവിടെ നമ്മൾ വൈബാക്കുന്നുണ്ട് നമ്മുടെ ടീം. ഗൈസ് അങ്ങനെ നമ്മുടെ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്നില്ലേ? നമുക്ക് വെള്ളം പേടിയാ പോലും. ഗൈസ് ഇതാരാ മുങ്ങിപ്പോകൂലേ? ഇതേടി ഇറങ്ങിയില് വെള്ളത്തിന് മുങ്ങിപ്പോകൂലേ? ഇവര് ഭയങ്കര ആയുള്ളടുത്താണ്. എന്നാ പറ അരി നീന്തം പഠിച്ചാ? അരിക്ക് കണക്കാണ്, അരിക്ക് കണക്കം. നമുക്ക് അങ്ങോട്ട് പോവാ, അവരടന്ന് പോട്ടെ. എടാ കുറച്ച് വീടത്തോട്ട് വന്നോ. കുളിക്കടവിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. റഷുവിന്റെ ഒരു കീത്തല്. നീ ആടിയിരുന്നോ? ഐരി ഇങ്ങോട്ടായുണ്ട്, നീ ആടിയിരുന്നോ? അത്യാവശ്യം ആയുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്നും നല്ല ആയുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇവിടെ ഇത് കറക്റ്റാ, അങ്ങോട്ടൊന്നും ആയൊന്നുമില്ല.
ഓ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ ആ ഏരിയ ഉണ്ടാ, അവിടം വരെ ആയില്ല, അവിടുന്ന് അങ്ങോട്ട്. ആ തുളിക്കോ കിത്തേ. വരുന്നില്ലേ? ആടിയിരുന്നോ വെള്ളത്തിലിരുന്നോ? വീഡിയോ തന്നെ എടുത്തേ. ഐരം കൊണ്ട സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൈമിംഗ്. നീ കിത്തിട്ട് വാ ഇങ്ങോട്ടേക്ക് വാ. അങ്ങനെ ഇതാ അതെന്ത് വിശപ്പ? ഗൈസ്, ആച്ചു സേഫ് സോണിൽ നിന്നാണ് കളിക്കുന്നത്. ഇത് സേഫ് സോണിലാണോ താങ്കൾ ഇരിക്കുന്നത്? കുറച്ച് ഇങ്ങോട്ടേ വെള്ളത്തിലെല്ലാം ഇറങ്ങണേ. മോളന്റെ മോളല്ലേ ഇരുന്നിനെ ഒളിച്ചു പോക്കാണ്ടാ. ഗൈസ്, നമ്മുടെ എന്ത് കടവാണിത്? പിന്നെ കടവിലെ അവസാനത്തെ ടൈമിംഗ് ആണ്. ടൈം ഏകദേശം ആയി. അപ്പോൾ നമ്മൾ ഇവിടെ പറയുകയാണ്. ഓക്കെ, ഉജ്ജലമായ മത്സരത്തിലാണ് റഷ്യൻ ശ്രീഹാൽ ഉള്ളത്. ഇതാ മുള പിടിച്ചുകൊണ്ട് അതിസാഹസികമായി റഷ്യൻ ശ്രീഹാൽ ഇതാ ഫാസ്റ്റ് എത്താൻ പോവുകയാണ്. ഇതാ സാഹസികമായ പ്രകടനം. ഒരു കല്ലുണ്ടാ ഇപ്പൊ കിട്ടിയതാണേ. വെള്ളമെല്ലാം പോയിട്ട് ഹോളല്ലേ നൈസല്ലേ. ആ വെള്ളത്തിൽ നിന്ന് കിട്ടിയതാ, വെള്ളത്തിൽ നിന്ന് കിട്ടിയ കല്ല ഇത്. അപാരമായ കല്ല് ഗൈസ്, ഫുള്ള് ഓട്ടയെല്ലായിട്ട്. ഇത് കാലാകാലങ്ങളായി വെള്ളം പോയി ഇങ്ങനെ ആയതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.